ഇപ്പൊ കൊറേ എനിക്കാണ് അമ്മയെ ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് സെന്റിമെന്റ്സ് അല്ലേ? അതെ. അമ്മ ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ മൂവിയിലുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ മൂവിയുടെ ആ ടൈമിനുള്ള ഒരു അനുഭവമൊക്കെ? ഉപ്പുകണ്ടം പ്രദേശ് ഒക്കെ അഭിനയിക്കുന്ന നമ്മുടെ സത്യം പറഞ്ഞാൽ സിനിമയിൽ എനിക്ക് ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ എനിക്ക് കിട്ടിയത് TS സുരേഷ് ബാബുവാണേ. അദ്ദേഹം നമ്മുടെ നാട്ടുകാരൻ പൂജപ്പുര തന്നെ ഉള്ളയാളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയനാണ് TS സജി. എല്ലാ സീരിയലുകളിലും നമ്മൾ നാട്ടുകാരല്ലേ, അപ്പോൾ എല്ലാ സീരിയലുകളിലും എനിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ സീരിയലിൽ തന്നു. സുരേഷ് ബാബുവിൻ്റെ സിനിമകളിൽ എനിക്ക് ഒരുപാട് കൂടിക്കാഴ്ച, ഉപ്പുകണ്ടം പ്രദേശ്, പിന്നെ ഒരു അവർ വലിയ പ്രശസ്ത നടിയാണ് തെലുങ്കിൽ രമ്യ കൃഷ്ണൻ. അവരവന് മാന്യൻ ഒരുപാട് സിനിമ ഞാൻ ഈ പുള്ളിയുടെ ചെയ്തിട്ടുണ്ട്. TS സുരേഷ് ബാബുവിൻ്റെ നല്ല അനുഭവം. അതിൽ NF വർഗീസിന്റെ വൈഫായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. വലിയ താരനിര തന്നെ ഒരുപാട്. പിന്നെ അന്ന് ഹണി റോസിനെയൊക്കെ ഞാൻ കണ്ട് ചെറിയ റോള് ചെയ്യാൻ രണ്ടാമത്തെ പ്രാവശ്യം സെക്കൻഡ് പാർട്ട് വന്നപ്പോഴത്തേക്ക് ഹണി റോസ് ആയിരുന്നു തമിഴിന്ന്. അത് തന്നെ അന്ന് ഞാൻ കാണുമ്പോൾ ഹണി റോസൊക്കെ ഒരു ചെറിയ പെൺകുട്ടി അവിടെ ഇങ്ങനെ അഭിനയം. അങ്ങനെ എത്രയോ താരങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഉപ്പുകണ്ടം ബ്രദേഴ്സിലാണ് പൃഥ്വിരാജിന്റെ പിന്നെ നല്ല നല്ല പേര്. അതുപോലെ ഇന്നലെ നമ്മുടെ നടൻ മുരളി മരിച്ച 14 വർഷമോ എത്രയോ ഇന്നലെ കണ്ടു. അപ്പോൾ ഞാൻ അയ്യോ നല്ല നല്ല പെരുമാറ്റവും ലുങ്കി ഉടുത്തിട്ടാണ് അദ്ദേഹം വരുന്നത്, ഷർട്ട് ഇട്ട്. നല്ല ആരെയും അങ്ങനെ തല ഉയർത്തി പിടിച്ച് കൂസലില്ലാത്ത നല്ല പാലക്കാട്ടുകാരനല്ലേ, നല്ല മനുഷ്യനാണ്. ചെറുപ്പ വലിപ്പമൊന്നുമില്ല. എനിക്ക് ഒരുപാട് ഞാൻ ഈ രാജുവിനെയും പൃഥ്വിരാജിനെയൊക്കെ കുഞ്ഞിലെയും അല്ലേ കണ്ടിട്ടുണ്ട്. ഈ സെൻറ്റ് മേരീസിൽ പഠിക്കുമ്പോൾ അറിയാം പൂജപ്പുര. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ മകളും അവരുടെ കൂടെ പഠിച്ചതാണ്. ഇന്ദ്രജിത്തായാലും ഇപ്പം രാജുവിനെ ഒന്നും കാണാറില്ല, ഇന്ദ്രജിത്തിനെ ഇപ്പോൾ കണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല സ്നേഹവും നമ്മളോട് ആ ഒരു പഴയ പണ്ട് മൂലയേ ഉള്ളതല്ലേ. അപ്പം അവനമ്മയെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിനകത്ത് ആത്മാർത്ഥത ഉണ്ട്. പിന്നെ മോഹൻലാലാണെങ്കിലും അദ്ദേഹം എത്രയോ വലിയ മഹാനടനാണ്, പൂജപ്പുരക്കാരന്. ജനിച്ചത് പത്തനംതിട്ട അവിടെയാണെങ്കിലും എത്രയോ കൊല്ലം കൊണ്ട് പൂജപ്പുരയല്ലേ താമസിക്കുന്നത്. നമുക്കിവിടെ നടന്നു പോണ ദൂരം അല്ലേ ഉള്ളൂ. എത്ര വലിയ നടനാണെങ്കിൽ നമ്മളോടുള്ള ഒരു പെരുമാറ്റം, ചേച്ചി ആഹാരം കഴിച്ചോ, എങ്ങനെയുണ്ട്, കുട്ടികളൊക്കെ നന്നായിട്ട് ഇരിക്കുന്നോ എന്ന് ചോദിക്കും. അതുപോലെ ഞാൻ എപ്പോഴും കണ്ടിരിക്കും വലിയ വലിയ ആൾക്കാരൊക്കെ ചെറിയ മനസ്സോടാണ്. മമ്മൂട്ടി അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറയാം, ഞാൻ എൻ്റെ നാടകം അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നും ഒക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ജോലയായി സീരിയൽ മമ്മൂട്ടി സാറിൻ്റെ തന്നെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സീരിയലാണ്. അതിലെനിക്ക് അതിമനോഹരമായ സൂപ്പർ റോളായിരുന്നു എനിക്ക്. അതിനൊക്കെ എത്രയോ വേദികളിൽ എനിക്ക് അതിനൊക്കെ സമ്മാനദാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സീരിയലുകൾ എനിക്ക് തോന്നുന്നു ഭയങ്കര അന്നത്തെ ഹിറ്റായ അന്നൊക്കെ ഞാൻ കുഞ്ഞായിരുന്നു. വേണുചേട്ടനും ആ 2.5 മണിക്ക് ഒരു സോങ് ഉണ്ട്, ഈ ജോലയായി എന്ന് സോങ് ഉണ്ട്. അതിന്റെ തന്നെ പിന്നെ എനിക്കൊന്ന് ജോലയായി കഴിഞ്ഞ ശേഷം പിന്നെ അതിന്റെ തന്നെ വേറെ ഓരോ പേരുള്ള തന്നെ പിന്നെ അന്ന് അതിൽ അഭിനയിച്ച ഡോക്ടർ ഷാജു ഒക്കെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നതാണ്. ഇപ്പൊ കുടുംബവിളക്കിലെ നായകൻ പുള്ളി പ്രൊഡ്യൂസറെ. അന്ന് ആ ഡോക്ടർ ഷാജു ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നതാണ്. ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു പുത്രവാത്സല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓമനത്വത്തോടു കൂടിയാണ്. ആ സ്നേഹബന്ധം ഇന്നും ഉണ്ട്. എനിക്ക് ഓണനാളുകളിൽ എനിക്ക് ഓണക്കൊടി എത്തിച്ചു തരുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി. എന്നാലും നമ്മുടെ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലും കണ്ടായിരുന്നു. ഡോക്ടർ ഷാജുവിനും ഒരു മകളുണ്ട്. പഴയ അതിൽ അന്ന് അഭിനയിച്ച സംഗീത മോഹൻ അന്ന് മെലിഞ്ഞുണങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ പിന്നെ എഴുത്തുകാരിയായി, പ്രൊഡ്യൂസറായി. അങ്ങനെ എത്രയോ മേഖലകളിൽ നമ്മൾ മുമ്പ് കൂടെ ഓരോ കുട്ടികളും വളർന്ന് വലുതായി. അവർക്കൊക്കെ എന്നോട് ഒരു സ്നേഹവും ബഹുമാനവും, ഓമന ചേച്ചിയെന്നും ഓമന ആൻറ്റിയെന്നും ഓമന അമ്മയെന്നും വിളിക്കുന്നതിലൊക്കെ ഒരു നല്ല നിറഞ്ഞ മനസ്സാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ അമ്മ, എനിക്ക് തോന്നുന്നു അമ്മ ഫുള്ളായിട്ട് തന്നെ ഇപ്പോഴും ലൈവായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷെ പലരും പല നാടക നടന്മാരായിരുന്നാലും നടിമാരായിരുന്നാലും നാടകത്തിലൂടെയും പണ്ട് സിനിമയിലൂടെയും വന്ന പലരും പിന്നെ അവരെ ആ ഒരു മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണാതായി പോയിട്ടുണ്ട്. അത് എങ്ങനെയാണ് അമ്മയ്ക്ക്? ശരിയാണ് മോളെ പറഞ്ഞത്. അതെന്താന്ന് ഒരുപാട് സങ്കടം ഉണ്ടായില്ല. ഇപ്പോൾ ഉള്ള സിനിമയിൽ ഇതിലൊന്നും അച്ഛനും അമ്മയൊന്നും ഇല്ല, നമുക്ക് വേഷങ്ങളൊന്നും ഇല്ല.
പക്ഷെ ഞങ്ങൾക്ക് വേഷങ്ങളൊന്നും ഇല്ലെങ്കിലും അമ്മ എന്ന സംഘടന, സിനിമ എന്ന സംഘടന ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല ഇങ്ങനെ കൈനീട്ടം തരുന്നത്. ഞങ്ങൾക്ക് എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങൾക്ക് കൈനീട്ടം വരും. പെൻഷനല്ല, ഒരാളിനെ ജീവിക്കാൻ, അത് ഒരു സാധാരണ ഒരാളിന് ഒരു വീടിൻ്റെ ഒരു പോർഷനിൽ വാടക കൊടുക്കാൻ നിവർത്തിയില്ലെങ്കിലും ഒരു 2000 രൂപയോ 1500 കൊടുത്തൊരു പോർഷനിൽ ഒരു റൂം കൊടുത്ത് ഒരു നടിയാണെങ്കിലും നടനാണെങ്കിലും ബാക്കി പൈസ കൊണ്ട് അവർക്ക് ജീവിക്കാം. പിന്നെ മരുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നു. നമുക്ക് വലിയ മാരക രോഗങ്ങൾ വന്നാൽ നമ്മൾ അമ്മയിൽ വിളിച്ച് ഇടവേള ബാബുവിനോട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്കൊരു കാർഡുണ്ട്. നമ്മുടെ മക്കളോ ഭർത്താവോ ആരും വരണ്ട നമ്മളെ നോക്കാൻ, അവർ ബില്ലടച്ചോളും. ഇത് എവിടെ ഉണ്ട്? ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഘടന ഇത്. അതുപോലെ തന്നെയാണ് അതിനോട് തന്നെ ചേർത്ത് നിർത്താവുന്നതാണ് TV സംഘടന ആത്മ എന്നാണ്. അമ്മയും ഈ പറയില്ല അമ്മ ആത്മാക്കളും അതുപോലെ. ഇപ്പം സിനിമാ സംഘടന തുടങ്ങിയിട്ട് 29 വർഷം, അടുത്ത 30 വർഷമാണ്. ഞാൻ 29 വർഷവും അതിൽ ഈ കഴിഞ്ഞ ഇപ്പോൾ ഈ 3-ാം തീയതി പോയിട്ട് വന്നല്ലേ ഉള്ളൂ, എൻ്റെ ഫംഗ്ഷന് പോയിട്ട് വന്നു. പിന്നെ മറ്റേത് തുടങ്ങിയിട്ട് 18 വർഷം. ഈ 18 വർഷവും അല്ലെങ്കിൽ ഗണേഷ് കുമാറാണ് എൻ്റെ പ്രസിഡൻറ്റ്. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ഞാൻ വർക്ക് ചെയ്തു. എല്ലാവരും നല്ല സ്നേഹമുള്ളത്. ഇപ്പം ഞങ്ങൾ ദിനേശ് പണിക്കരാണ് എൻ്റെ ജനറൽ സെക്രട്ടറി, പൂജപ്പുര രാധാകൃഷ്ണൻ, അവരൊക്കെ ഉണ്ടാക്കിയ ഒരു പൂജപ്പുര രാധാകൃഷ്ണനും ഗണേഷ് കുമാറും കൂടെ ഉണ്ടാക്കിയാണ് ഈ നാടക സിനിമയും. അതുപോലെ തന്നെ നാടകമല്ല, സീരിയലിൻ്റെ ആ സിനിമയും അന്ന് ഈ ഗണേഷ് കുമാറും ഒക്കെ കൂടെ ചേർന്ന്, മോഹൻലാലും എല്ലാവരും കൂടെ ചേർന്നാണ്. മുരളി എന്ന് പറഞ്ഞ നടനാണ് അമ്മ എന്നുള്ള പേരിട്ടതും ഇതിലുള്ള. അപ്പം ഞാൻ ഈ 2 സംഘടനയിൽ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഞാനിന്ന് അഭിനയിക്കുന്നത്, എനിക്ക് വേഷം തരുന്നത് അമ്മയും സംഘടനയൊന്നും ഇടപെട്ടിട്ടേ അല്ല, ഒരിക്കലും അല്ല. അവർക്കൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിപ്പോൾ ഓമന ചേച്ചിക്ക് ഇല്ല, അല്ലെങ്കിൽ മറ്റേ തങ്കമ്മയ്ക്ക് ഇല്ല, അതുകൊണ്ട് റോള് കൊടുക്കുന്നതെന്നും പറഞ്ഞാലിതല്ല. ആ സംവിധായകന് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഞാൻ ഓക്കെ ആണെന്ന് തോന്നിയാൽ അതിൽ വിളിക്കാം, ചേച്ചി 2 ദിവസത്തെ വർക്കുണ്ട്, വലിയ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല, സിനിമയിൽ വിളിക്കുന്നതാണേ, ഒരു ഇത്തിരി 1-2 ഡയലോഗേ ഉള്ളൂ ചേച്ചി, കഥാപാത്രം അത്രയേ ഉള്ളൂ, ചേച്ചിക്ക് ഒരു പ്രസൻസ് തരാം എന്ന് വിചാരിച്ചാണ്. ഇത്ര പൈസയേ ഉള്ളൂ ചേച്ചി വരാവോ? കാക്കനാടാണ് എൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഞാൻ ചോദിക്കാം, ഇവിടെ നിന്ന് ആരുണ്ട് മോനെ? ഇവിടെ നിന്ന് മാലാ പാർവതി ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്നൊക്കെ പറയും. ഓക്കെ മോനെ. അപ്പം ഞങ്ങൾക്കൊരു റേറ്റ് ഏറ്റവും കുറഞ്ഞത് ഞങ്ങളുടെ സംഘടന അമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു. 3 സീനെന്നും പറഞ്ഞായിരിക്കും പറഞ്ഞു പോയത്. ചിലപ്പോൾ അത് 4ഉം 5ഉം ആവാം, ചിലപ്പോൾ അത് ഒറ്റ സീനാവാം. പക്ഷേ നമുക്ക് പറയുന്ന പൈസയും തരും, ഒരു ബുദ്ധിമുട്ട്, നല്ല ഹോട്ടൽ, നല്ല ഫുഡ്, നല്ല താമസം, എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും അടിപൊളിയായിട്ട്. അങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഒരു ബാർഗെയിൻ ചെയ്യുക, അതിനുവേണ്ടി വഴക്കുണ്ടാക്കുക, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ദൈവം നമുക്ക് തരുന്നത് ഓരോന്ന് ബോണസാണ്. അത് ആരെയും പ്രയാസപ്പെടുത്താതെയും ഒരു പ്രൊഡ്യൂസറുടെയും കണ്ണീര് കാണാതെ ഉള്ളവർ കൂടുതൽ തരും, കുറച്ച് കുറഞ്ഞവർ കുറച്ച് തരും. ഇപ്പം നമ്മൾ ലൊക്കേഷനിൽ ഫുഡ് കഴിക്കുന്നത്, അവിടെ പരിപ്പ്, പപ്പടം, സാമ്പാർ, അവിയൽ, തോരൻ, കിച്ചടി, പച്ചടി, 2 തരം അച്ചാർ, ഇതെല്ലാം ഉച്ചയ്ക്കുണ്ട്. രാവിലെ 3 തരം പലഹാരങ്ങൾ കാണും, അപ്പം കാണും, പുട്ട് കാണും, ഇടിയപ്പം കാണും, ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. രാത്രി എന്നും ചപ്പാത്തി, ചിക്കൻ, അങ്ങനെ ലാവിഷായിട്ടുള്ളതാണ്. പക്ഷെ ചില ആളുകളെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട്, ഈ ആഹാരത്തിന് മുമ്പ് ഇരുന്നുകൊണ്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നതാ, യോ ഇതെന്തോന്ന് സാമ്പാർ, യോ ഇത് മീൻ കഷ്ണം ഉണ്ടോ, ഒരു തോർത്ത് തരാമോ, ഒന്ന് മുങ്ങി കയറാൻ, അങ്ങനെ ചോദിക്കും. പിന്നെ ചിലർ പറയും ഉപ്പില്ല, പുളിയില്ല, മുളകില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അവരെ കൂടെ ഇന്ന് ആഹാരം നമ്മൾ കഴിക്കുമല്ലോ. അപ്പം എൻ്റെ മനസ്സിൽ തോന്നും, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിക്കാൻ ഒരു മെഴുക്ക് പുരട്ടി, എന്തെങ്കിലും ഒരു മീൻ, ഇത്രയൊക്കെ ഉള്ളൂ. അല്ല ഞങ്ങളുടെ വീട്ടിൽ 5ഉം 6ഉം കറിയൊന്നും വെക്കാറില്ല. നമുക്ക് ആവശ്യമുള്ള ചിലപ്പോൾ ചമ്മന്തി ആയിരിക്കും, ഒരു മോരും ചമ്മന്തി, ഒരു അച്ചാറുമായി, അത് ധാരാളം മതി. പക്ഷേ ലൊക്കേഷനിലെ ശാപ്പാട് അതല്ല, നമുക്കിഷ്ടമുള്ള. അപ്പം നമ്മൾ എന്ത് വിചാരിക്കണം, ദൈവമേ ഇത് നമുക്ക് നാളെയും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും ഇല്ലാതെ കുറ്റം പറയുകയും അതിന് കിട്ടുന്ന ആഹാരത്തിന് അവരെയൊക്കെ പറയുന്നവർക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടാവാം. പക്ഷെ എനിക്കില്ല കേട്ടോ, എനിക്ക് എന്ത് കിട്ടിയാലും സന്തോഷം. എൻ്റെ സീൻ കഴിഞ്ഞാൽ രാവിലെ മുതൽ നിന്ന് കഴിയുമ്പോൾ മുട്ടൊക്കെ വേദനിക്കും. കഴിഞ്ഞപ്പോൾ ഞാൻ പറയും, മക്കളെ എൻ്റെ സീൻ കഴിഞ്ഞ് കേട്ടാ, മോനെ എൻ്റെ ഇനി എത്ര സീനുണ്ട് മോനെ? അപ്പോൾ ആ പയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും, ഡയറക്ടർ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചേച്ചിക്ക് ഇപ്പം ഇതും കഴിഞ്ഞ് ചെറിയ ചിലപ്പോഴേ കാണത്തുള്ളൂ കേട്ടോ എന്ന് പറയും. അപ്പോഴേ ഞാൻ ഒരു തയ്യാറെടുപ്പ് എടുക്കും പോകാനായിട്ടുള്ള.
അപ്പോൾ ഇത് കഴിഞ്ഞു എന്ന് പറയും വിഗ്ഗൊക്കെ അഴിക്കണ്ടേ, ഭയങ്കര മാരകമായ വിഗ്ഗാണ്, ഭയങ്കര തലക്കനം എന്ന് പറഞ്ഞാൽ എനിക്കല്ല, വിഗ്ഗിൻ്റെ വെയിറ്റ് ഭയങ്കര വെയിറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല മോനെ ഇതൊന്ന് അഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടാടാ, അതുകൊണ്ടല്ല എന്ന് പറയും. അപ്പം ഞാൻ ആ കൺട്രോളർ അടുത്ത് പറയും മക്കളെ എൻ്റെ പറഞ്ഞു തീരാത്ത സമയം എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വിനയം, നമ്മളവിടെ ചെന്ന് വലിയ ആളായിട്ട് നമ്മൾക്ക് ഒരു ദിവസത്തെ സാലറി തരുമ്പോൾ നമ്മൾ 7 മണി മുതൽ 9:30 മണി വരെ നമ്മുടെ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ അവർ 10 സീൻ എടുക്കും, ചിലപ്പോൾ 15 എടുത്തെന്നിരിക്കും, ചിലപ്പോൾ ഒരെണ്ണേ കാണും, ചിലപ്പോൾ 2 സീനേ കാണും. പക്ഷെ നമുക്ക് ഈ ഒരു ദിവസത്തെ സാലറി അല്ലേ തരുന്നത്. അപ്പം നമ്മൾ കുറേയൊക്കെ സംയമനം പാലിക്കണം, എന്നാലേ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുള്ളൂ. ചിലപ്പം അതൊക്കെ കൊണ്ടായിരിക്കും തട്ടിമുട്ടിയൊക്കെ പോണത്, ഇങ്ങനെയൊക്കെ പോണം. പിന്നെ കാരണം അമ്മ ഇങ്ങനെ ലൈവായി തന്നെ എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ്, എൻ്റെ പ്രസവം, എൻ്റെ കല്യാണം, എൻ്റെ മക്കളുടെ ഇത്, അവരെ പ്രസവം, അവരെ കല്യാണം, അങ്ങനെയൊക്കെ ഉള്ള ഗ്യാപ്പേ വന്നിട്ടുള്ളൂ. അല്ലാത്ത മുമ്പത്തെ ഇപ്പൊ അറിയാത്ത, എനിക്ക് പോലും അറിഞ്ഞാത്ത ഒരുപാട് പേര് നാടകത്തിലും ഇതിലൊക്കെ സിനിമയിലൂടെ വന്നിട്ട് പിന്നെ ഇപ്പൊ ആരും അറിയാതെ ഒക്കെ ഉള്ള എനിക്ക് തോന്നുന്നു അമ്മയുടെ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ പോകുമ്പോഴത്തേക്ക് അവരും ആലോചിക്കുന്നത് അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ സമ്മാനദാനം കൊടുത്ത 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും സമ്മാനദാനം കൊടുത്ത കുട്ടികളുടെ വീട്ടില് ആ സോപ്പ് വെട്ടി ആ പയ്യൻ നമ്മൾ യാദൃശ്യമായിട്ട് ഇപ്പം ഞാൻ ദൂരദർശനിൽ കഴിഞ്ഞ വർഷം ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആ പയ്യൻ വന്നിരിക്കുന്നു, ഈ വലിയറത്തിലുള്ള. അപ്പോൾ എന്നോട് പറഞ്ഞ ആൻറ്റി ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു സോപ്പ് പൊട്ടി തന്നില്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. ആ പയ്യൻ അധ്യാപകനാണ്, എൻ്റെ മകളും അധ്യാപിക. അപ്പോൾ ആ ഓർമ്മകൾ അവരുടെ ഹൃദയത്തിൽ നമ്മളൊരു സ്ഥാനം നേടി. അല്ലേ? അതാണ് ഏറ്റവും വലുതല്ലേ ഒരു കലാകാരി എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്തവരുണ്ട് മോളെ, എങ്ങനെയെന്ന് പറയട്ടാ, നമ്മളിപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പം ഞാൻ അത് പറയാറില്ല. അപ്പോൾ ഞാനത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പം നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണം കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണം, മക്കളെ പെട്ടെന്ന് ഡ്രസ്സ് മാറി വാ, നമുക്ക് ആ സീൻ എടുക്കാം, പെട്ടെന്ന് ഇതാ എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് ആൻറ്റി പറയണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഏത് ലൊക്കേഷനിലും ഷൂട്ടിങ്ങിന് പോയാലും ഞാൻ ഒരിക്കലും എല്ലാവരും കൂടെ കൂടി നിരുന്നു ആരുടെയെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ കുറവ്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് കുറവും കുറ്റം ഇല്ലേ, നിനക്കില്ലേ, രേവതിക്കില്ലേ, എനിക്കില്ലേ, ഈ ക്യാമറാമാനില്ലേ, മോനില്ലേ, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ കൂട്ടം കൂടിയിരുന്ന ആരെക്കുറിച്ചും എനിക്കത് കേൾക്കുകയും വേണ്ട, ഞാൻ അറിയില്ല. ഞാൻ മാറിയിരിക്കുമ്പോൾ എന്നോട് ചോദിക്കും അമ്മ എന്താ മാറിയിരുന്നേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് പിറവി എന്ന് പറയുന്ന സൗഹൃദ കൂട്ടായ്മയില്ലേ, സത്യമാണ്. ഞാൻ അതിരുന്ന് പറയും, പൊട്ടിക്കരഞ്ഞ കിനാവ് കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാൽ കെട്ടി, ഒരു പട്ടുനൂലുഞ്ഞാൽ കെട്ടി ഞാൻ കാലക്കടലിൻ്റെ അക്കരെ അക്കരെ എന്ന് ഇതുപോലെ ഞാൻ പാടും. ഇങ്ങനെ ഞാൻ ഇത് പാടുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് അസൗകര്യമായിട്ട് തോന്നും. അപ്പം ഞാൻ ഒരിടത്ത് മാറിയിരുന്ന് എൻ്റെ ഗ്രൂപ്പ്, എൻ്റെ കൂട്ടുകാർ അവരോടൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സന്തോഷം അതിൽ കണ്ടെത്തുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും കൂടെ ഇരിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞ കാലടി ഓമന പറഞ്ഞ കേട്ടോ, ഭയങ്കര സാധനം കേട്ടോ, കേട്ടോ. അപ്പൊ കാലടി ഓമന പറഞ്ഞെന്ന് പറഞ്ഞ് നമ്പർ. അപ്പൊ അതിന് എന്തിനു പോണത്, നമുക്ക് ഇതുപോലെ എന്തോരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ബോറടിച്ചാ കൂട്ടുകാരെ? ഇല്ല, ഒരിക്കലും ഇല്ല. അമ്മയുടെ ആ പാട്ട് വന്നപ്പോ തന്നെ എനിക്ക് എല്ലാരും നല്ല എനർജിയിലായിരുന്നു. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അമ്മ, പണ്ടൊക്കെ സിനിമാ സെറ്റിലാണെങ്കിൽ എല്ലാരുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും, അതുപോലെ എല്ലാരും കൂടെ ഭയങ്കര ഒരു സൗഹൃദമായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഇതെങ്ങനെയാണ് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത്? അന്നത്തത് അത് രണ്ട് രീതിയാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ കാലം ഒരുപാട് മാറിപ്പോയില്ലേ, കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരവാൻ, പ്രമുഖ നടന്മാർക്ക് അവരുടേതായ ക്യാരവാനുണ്ട്. പിന്നെ ഞങ്ങളെ പോലുള്ള കുറേ ആർട്ടിസ്റ്റുകളൊക്കെ കൂടെ നമുക്ക് ഡ്രസ്സൊക്കെ മാറണ്ടേ, അതിന് അവരൊരു ക്യാരവാൻ വെച്ചാൽ നമുക്കിത് കഴിഞ്ഞിട്ട് അവിടെ പോയിരിക്കാം. പിന്നെ ഇന്ന് മൊബൈലിൻ്റെ ഇതായി പോയില്ലേ മോളെ, മൊബൈലിൻ്റെ ഇത് വന്നപ്പോൾ എന്ത് പറ്റിയത്, എല്ലാവരും ഒരു അല്പസമയം കിട്ടിയ മൊബൈലിൽ നോക്കും. മൊബൈൽ ഞാനും അങ്ങനെയാണ്,
ഒരു വക അറിഞ്ഞുകൂടാത്ത എനിക്കിപ്പോൾ മൊബൈൽ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോഴും നോക്കണം, അയ്യോ ഗ്രൂപ്പിൽ എന്ത് പറഞ്ഞു, അയ്യോ ഓമൻ ചേച്ചിയെ കണ്ടതേ ഇല്ലല്ലോ, എന്തോ ഓമൻ ചേച്ചിയുടെ ചിരിയും കളിയും ഒന്നും കണ്ടില്ല എന്ന് ഒരു കുട്ടി പറയും. പിന്നെ ഒരു രമ്യ എന്ന് പറഞ്ഞൊരു കുട്ടി, പിന്നെ അല്ലെങ്കിൽ കാർത്തികയാണെങ്കിലും അനിൽ ആലപ്പുഴയാണെങ്കിലും പറയും, എവിടെ ആയിരുന്നു ഓമനാമ്മയെ, നിങ്ങളെ കാണാനേ ഇല്ലല്ലോ ഇങ്ങനെ പറയും. അതുപോലെ രഞ്ജിഷ പറയും, അതുപോലെ രൂപേഷ് പറയും. അങ്ങനെ ഓരോരുത്തരും എന്നെ അന്വേഷിക്കും. അപ്പം ഞാൻ പറയും, അയ്യോ ചക്കരയെ ഞാനേ ഒരു ഷൂട്ടിലാണ് കേട്ടോ, ഞാനിപ്പോൾ മറ്റേ ഇതിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് ഞാൻ സ്നേഹത്തോടാണ് പറയുന്നത്. ഞാൻ എല്ലാവരും ഫോണിൽ തന്നെ ആയിരിക്കും, എല്ലാവരും ഫോണിൽ. ഒരു മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ അവർക്ക് കുറച്ച് കൂടുതൽ നിങ്ങളുടേതായ ആ പ്രായത്തിൻ്റെ ഇതായ ഫ്രണ്ട്സ് കാണും. എനിക്ക് നിങ്ങളുടെ പ്രായത്തിലുള്ളവരുമുണ്ട്, ചെറുപ്പക്കാരും ഉണ്ട്, വയസ്സായ എല്ലാം എൻ്റെ കൂട്ടുകാരാണ്. അപ്പം ഞാൻ ഒരേപോലെ പ്രായത്തിൻ്റെ ഒന്നും എനിക്ക് ബാധകമേ അല്ല. എല്ലാവരും പറയും, എത്ര പ്രവാസികൾ ഓരോ ദിവസവും നമ്മുടെ ഓരോന്ന് കണ്ടിട്ട് തരും, അയ്യോ ചേച്ചി ചേച്ചിയുടെ ഇൻ്റർവ്യൂ കണ്ടു കേട്ടോ, സൂപ്പറായിരുന്നു, എന്ത് ലൈവായിരുന്നു ചേച്ചി, നന്നായിരുന്നു എന്ന് പറയും. പിന്നെ ചിലർ എന്നോട്, ചേച്ചി പഴയ പാട്ടില്ലേ ചേച്ചി, അതൊന്ന് പറയാമോ? അപ്പം ഞാൻ പറയും, ഏത് പാട്ട് എന്ന് പറയും. അപ്പം എനിക്ക് അപ്പോൾ സമയമുണ്ടെങ്കിൽ അയാൾ ആരെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ആ നാടകത്തിൻ്റെ 2 പേര് പാടും. അപ്പം എനിക്കും കൂടെ വേണ്ടിയിട്ട് നാടകഗാനത്തിൻ്റെ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു അമ്മേടെ അടുത്ത്, പഴയ നാടകത്തിലെ. കാരണം ഞങ്ങളെയൊക്കെ ജനറേഷൻ ആ ഒരു പാട്ടൊന്നും കേട്ട് കാണാൻ ചാൻസ് ഇല്ല. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ കാറ്റേവാ, കതിരണിപ്പാടത്ത് വെൽമുത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ കാറ്റേവാ. സൂപ്പർ. അങ്ങനെ ഇങ്ങനെ തട്ടിയും മുട്ടിയും ഓരോരുത്തർ പറയുമ്പം പിന്നെ ഗ്രൂപ്പിലും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ കുഞ്ഞുവാവ, എൻ്റെ കുഞ്ഞുണ്ണി, എനിക്ക് 4 പേരക്കുട്ടികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് കുഞ്ഞുണ്ണിയാണ്. അവനെ കുഞ്ഞുണ്ണി എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുണ്ണി എൻ്റെ അടുത്ത് കിടക്കണമെങ്കിൽ ഇപ്പോഴും നമ്മൾ പറയാം, പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ, ആരിരാരോ ആരിരോ ആരിരാരോ ആരിരോ. സൂപ്പർ എന്തായിരുന്നു. എനിക്ക് തന്നെ ചിരി വരണം. നിങ്ങൾ വിചാരിക്കുക ഈ ഇത് ഓമന ആൻറ്റി ആയാലും ഓമനമ്മയായാലും ഞാൻ പറയണേ, എനിക്ക് ചിരി വരണം. എന്താണ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ 2 പേര്, അതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു വരുന്നത്. അതെ, കാരണം ആ നാടകഗാനം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള കൂടെയാണ്. ഇപ്പൊ എല്ലാരും സീരിയൽ, സിനിമ, അമ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു സിനിമ സെറ്റില് മാത്രമല്ല എല്ലായിടത്തും ഇപ്പൊ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് അത് സീരിയൽ സെറ്റിലും അങ്ങനെ തന്നെ കേട്ടോ. സീരിയലിന്റെ സെറ്റിലും നമുക്ക് സംസാരിക്കാനോ കഥ പറഞ്ഞുകൊണ്ടിരിക്കാനോ ഒന്നുമില്ല. ഇപ്പം ഞാൻ കന്യ, രമ്യ, ഒരുപാട് പേര് ഇപ്പം നമ്മളിൽ അഭിനയിക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഒരേ സമയത്ത് വന്നിരിക്കണമെന്നില്ല. അപ്പോൾ വന്നിരുന്നിട്ട് ചോദിക്കും, പിന്നെ അയ്യോ കന്യ അറിഞ്ഞായിരുന്നോ, പിന്നെ നമ്മുടെ മറ്റേ കുട്ടിയുടെ അച്ഛൻ മരിച്ചു കേട്ടോ, അവർക്ക് നമ്മൾ എന്താ ചേച്ചി ചെയ്യേണ്ടത് എന്ന് അല്ലേ, എന്താ ആൻറ്റി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കും. അതിൽ നമ്മളിപ്പോൾ ഒരു 5-6 പേരോടെ ചോദിച്ചാൽ 2 പേരോ 3 പേരോ അവരാ, അങ്ങനെയുള്ള ഇതുണ്ട്. അത് നമ്മൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കൊടുക്കും. എന്നുവെച്ചാൽ നമ്മൾ കഷ്ടപ്പാടിന്ന് വന്നതല്ലേ മക്കളെ, അപ്പം നമുക്ക് കഷ്ടപ്പാടറിയാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഈ ഒന്നും പറയാൻ നേരമില്ല ആർക്കും, എല്ലാവർക്കും മൊബൈലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വലിപ്പ ചെറുപ്പം എനിക്ക് തോന്നുന്നു മുമ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ തന്നെ മുമ്പാണെങ്കിൽ എല്ലാരും ഒരുമിച്ചിരുന്നിട്ടുള്ള അതെ ഇത്. പക്ഷെ ഇപ്പൊ വന്നപ്പോ ഈ വലിപ്പ ചെറുപ്പം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് എനിക്ക് പൊതുവെ ഇപ്പൊ സുകുമാരി അമ്മ ഒക്കെ ഉള്ളപ്പോഴേ ഒരുപാട് ആഹാരം സെറ്റിൽ കൊണ്ടുവരും, സുകുമാരിയമ്മ കൊണ്ടുവരും, എല്ലാവർക്കും കൊടുക്കും. എനിക്ക് എന്തോരം സാരി, എൻ്റെ മക്കൾക്ക് കുലുസൊക്കെ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നിട്ട്, സ്വർണ്ണമല്ല വെള്ളിക്കുലുസ്, അതുപോലെ തന്നെ സാരികൾ. കൽപ്പന, അയ്യോ എനിക്ക് എന്ത് സാരി തന്നിട്ടുണ്ട്. ഉർവശിയെ ഞങ്ങൾ പൊടിമോളെന്നാണ് പറയണത്, ഉർവശി. പിന്നെ കാരണം ഉർവശിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാനും അഭിനയിച്ചിട്ടുണ്ട് നാടകം. നമ്മൾ
എന്റെ സീനിയറാണ്, അവരൊക്കെ എന്റെ വലിയ സീനിയറാണ്. പക്ഷെ അവരെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. ഇപ്പൊ നേരത്തെ സോപ്പ് കൂട്ടി കൊടുത്തെന്ന് പറഞ്ഞ പയ്യൻ ഭാവിയിൽ എന്റെ ഇന്റർവ്യൂ ചെയ്തില്ലേ. അപ്പൊ അതേപോലെ ഒരുപാട് പിന്നെ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എത്ര മാറ്റങ്ങളുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഇപ്പോൾ നടന്നൊരു സംഭവമാണ്. ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾ ഇറങ്ങി ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് അവിടെ വന്ന ഒരാൾ ഓടി എൻ്റെ അടുത്താണ്, അയ്യോ ചേച്ചി, അയ്യോ ഓമന ചേച്ചിയല്ലേ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിനകത്ത് ഇന്ന് നായികയായിട്ട് അഭിനയിക്കുന്ന 2 നടികൾ, അവരെ അറിയാൻ വയ്യ, അവരൊക്കെ പുതുമുഖങ്ങള്. പക്ഷെ നമ്മുടെ മുഖം പണ്ട് മൂലേ കണ്ട് ഇതറിയാം. ഞാനിവിടെ മീൻ മേടിക്കാൻ ഇവിടെ നിന്നാലേ ഞാൻ മീൻ നോക്കിക്കൊണ്ട് ഇന്ന് ഇത് ഇത് ഇപ്പം വിഴിഞ്ഞത്തുനിന്ന് കൊണ്ടുവന്നാണ് അത് കോവള എന്ന് ചോദിച്ചാൽ മതി. സൈക്കിളിൽ പോണവൻ തിരിഞ്ഞു നോക്കി എൻ്റെ ശബ്ദം കേട്ടിട്ട് ഇത് എവിടെയോ കേട്ടു മറന്നൊരു ശബ്ദമാണല്ലോ എന്നുള്ള. ഇപ്പം നമ്മൾ റേഡിയോയിലാണെങ്കിലും നമ്മുടെ നാടകങ്ങൾ വരുന്നു, പിന്നെ നമ്മൾ മുമ്പ് അഭിനയിച്ചതും ഇപ്പം ഉള്ള കണ്ടതും കേട്ടതും അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് അതൊരു നല്ലതല്ലേ. അപ്പം ഞാൻ എപ്പോഴും പറയും മക്കളെ, ദൈവം എങ്ങനെ തന്നെ ഒരിടത്തും കിടത്താതെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് മരിക്കണേ എന്ന് വിചാരിക്കും. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മരണമെന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ. 5 മണിക്ക് എൻ്റെ അച്ഛനെ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടിട്ട് നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണ് കണ്ടിട്ട് ഞാൻ വിജയ് ഹാളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലവ് സീനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പ്രശസ്തനായ ഒരു നടനും നമ്മുടെ ക്ഷേമനിധി ബോർഡിലെ ബോർഡിലെ ഡയറക്ടറായിട്ടൊക്കെ ഇരുന്ന ആളാണ് പി ശ്രീകുമാർ എന്ന് പറയും. കയ്യും തലയും പുറത്തിടരുത് എന്നൊക്കെ ഒത്തിരി സിനിമകൾ, വിഷ്ണു ലോകത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്നതാണ്. അദ്ദേഹമായിരുന്നു നായകനായിരുന്നേ. അപ്പം ഞാൻ തൊട്ട് മുമ്പ് ഞാൻ അവിടെ സോഡ ഇങ്ങനെ ഈ ഒരു ഗോലി പോലത്തെ സോഡ പണ്ടില്ലേ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ, അതിങ്ങനെ നമ്മുടെ അവിടെ സംഘാടകൻ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ആംബുലൻസ് കിടക്കണം. അപ്പോൾ നമുക്ക് റോഡിൽ എത്രയോ വരിക വിജയ് ഹാളിൻ്റെ അവിടെ. അത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പടിയിലോട്ട് അങ്ങോട്ട് കയറാനായിട്ട് അങ്ങ് പോകുമ്പം എൻ്റെ ഒരു ബന്ധു ഓടി വന്നു, എന്നെ വിളിച്ചു, ഓമനെ വിളിച്ച്. ഞാൻ തിരിഞ്ഞു നോക്കാറായപ്പോൾ ബെല്ലടിച്ചു കഴിഞ്ഞു. ആ സീനിൽ ഞാനുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ച ആംബുലൻസാണ് അവിടെ വന്ന് കിടക്കുന്നത്. അത് പറയാനാണ് അയാൾ വന്നത്. പക്ഷേ ഞങ്ങളുടെ നാടകത്തിൻ്റെ മുതലാളി പറഞ്ഞു, ഒരു കാരണവശാലും പറയരുത്, ടിക്കറ്റ് വെച്ചുള്ള നാടകമാണ്, ഒരിക്കലും അവരറിയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സീൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും താഴെ വന്നു. അങ്ങനെ ഞാൻ കണ്ടല്ലോ, അതറിയാൻ വേണ്ടി ഇങ്ങനെ വന്ന് ഞാൻ താഴെ വന്നപ്പോഴേ ഞാൻ അറിഞ്ഞു എൻ്റെ അച്ഛനാണ് ആ ആംബുലൻസ് കിടന്ന്. ആലോചിച്ച് നോക്ക്, എൻ്റെ അച്ഛൻ്റെ സ്ഥലം ചവറയാണ്. എൻ്റെ അച്ഛൻ്റെ മരണം അറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പണ്ടത്തെ നാടകത്തിലൊക്കെ 3-4 ലവ് സീൻ കാണും. കാമുകനെ കെട്ടിപ്പിടിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും, ഒരു കിണർ കാണും, അവിടെ 2 തെങ്ങിൻ്റെ ഓല ഇങ്ങനെ. അയ്യോ ദൈവമേ, ഞാൻ അതറിഞ്ഞുകൊണ്ട് ഞാൻ കണ്ണിക്കൂടെ കണ്ണീരിങ്ങനെ ഒഴുകുക. ഞാൻ അതിങ്ങനെ പ്രേക്ഷകർ കാണാതിരിക്കുക, നാടകക്കാർ ഇത്രയും അടുത്തിരുന്നാണ് നാടകം കാണുന്നത്. അത് ഞാൻ ഉള്ളിലൊതുക്കി ഞാനത് അഭിനയിച്ച് കഴിഞ്ഞ് എൻ്റെ അമ്മയോടൊപ്പം ഞാൻ ആ നാടക വെഡിയിൽ ആ മേക്കപ്പോട് കൂടി അച്ഛൻ്റെ നാട്ടിലേക്ക് പോകുമായിരുന്നു. അത് അനുഭവം. പിന്നെ അമ്മയുടെ മരണം, എൻ്റെ അമ്മയോട് ഞാൻ സന്തോഷമായിട്ടാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോയത്. ഇവിടെ പാറശാല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മുടെ മന്ത്രി ശിവകുമാർ സാറ്, മുൻ മന്ത്രിയായിരുന്നു, ആരോഗ്യമന്ത്രിയായിരുന്നു, സാറിൻ്റെ നാട്ടിലാണ്. കുളത്തൂർ മിത്രൻ എന്ന് പറഞ്ഞൊരാളാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ ഞാനിങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഈ ബ്രാഹ്മൺ സ്ത്രീയാണേ, ചേലയൊക്കെ ചുറ്റിയിട്ട് മരിച്ചു ശിവജി എന്ന് പറഞ്ഞിട്ട് നടൻ, പട്ടാമ്പിക്കാരൻ, നല്ല നടനായിരുന്നു എൻ്റെ മകൻ. അപ്പം ഞാൻ മരിച്ചുപോയി. അപ്പോൾ ഈ ബ്രാഹ്മിൺസിനെ ഇങ്ങനെ ഏണി പോലെ ഒരെണ്ണത്തിൽ കിടത്തി അതിൽ കിടത്തിയിട്ടാണ്. അതിൽ ഞാൻ കിടക്കുമ്പം ഈ ക്യാമറ കേടായി. അന്നത്തെ ആ സമയത്ത് ഈ ക്യാമറ കേടായ ചെന്നൈയിലോ അവിടെ എവിടെ എന്തോ അതുകൊണ്ട് ശരിയാവത്തുള്ളൂ. അപ്പം മരിച്ച സീൻ എടുക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എണീക്കണം. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വീട്ടിലേക്ക് ഒരാഴ്ച എന്ന് പറഞ്ഞ് പോയ ഞാൻ പിറ്റേന്ന് ഇങ്ങോട്ട് വരുക. അപ്പം ഈ വീട് തന്നെയാണ്, ഈ വീട് പഴയ ഒരു വീട്ടിലെ എൻ്റെ അമ്മ അവിടെ ഫ്രണ്ടിൽ കുളിച്ചിട്ട് ഭസ്മമൊക്കെ ഇട്ട് എൻ്റെ അമ്മ ആ റോഡ് അവിടെ നിൽക്കുക. അമ്മയ്ക്കറിയില്ല ഞാൻ വരുന്ന, അറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് കാറിൽ വരുന്ന വഴിക്ക് ആ ബാലരാമപുരത്ത് ഇറങ്ങി. അവിടെ എല്ലാവർക്കും അറിയാം ബിസ്ബി എന്ന് പറഞ്ഞൊരു കടയുണ്ട്, നല്ല മട്ടനൊക്കെ കിട്ടുന്ന ഇപ്പോഴും ഉണ്ട്. അവിടെ ഞാൻ ഇറങ്ങി എൻ്റെ അമ്മയ്ക്ക് പത്തിരിയും മട്ടൻ കറി
പിന്നെ എനിക്ക് ആ മിത്രൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് വരിക്കച്ചക്ക, പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ എൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് ഞാൻ ഇവിടെ വന്നു. എൻ്റെ അമ്മ ഭയങ്കരമായിട്ട്, അയ്യോ നീ വന്നോ മക്കളെ, നീ അടുത്ത ആഴ്ച വരുമെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 2 മക്കൾ, പെൺകുട്ടികൾ, എല്ലാവരും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇവിടെ ഒരു പഴയ വരാന്തയായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ ഇല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ വന്നതുകൊണ്ട് തന്നെ എൻ്റെ ചേട്ടനടുത്ത്, എൻ്റെ ചേട്ടൻ്റെ പേര് ഭാസ്കരൻ എന്നായിരുന്നാണേ, വാസിയെന്നാണ് വിളിക്കണേ. ഞാനും എൻ്റെ വാസിയണ്ണനും എൻ്റെ 2 പെൺകുട്ടികളും കൂടെ നേരെ ഹാളിലോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങൾ പറയുക. അയ്യോ അവിടെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെ വാദോരാതെ പറയുക. പറഞ്ഞു ഇരുന്നപ്പോൾ എൻ്റെ അമ്മ സ്ത്രീ സീരിയലാണ്, അന്നത്തെ ഹിറ്റ് സീരിയലാണ്. വിനയ് പ്രസാദ്, പിന്നെ നമ്മുടെ നടൻ സിദ്ദിഖാണ് നായികന്മാർ, പിന്നെ ബിന്ദുജ മേനോൻ അനിയത്തി ഒക്കെ ഉള്ളത്. സൂപ്പർ സീരിയലായിരുന്നു യന്ത്ര മീഡിയയുടെ. അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞുകൊണ്ടിരുന്നിട്ട് എൻ്റെ മൂത്ത മോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പം അമ്മയ്ക്ക് ഇതെല്ലാം കൊടുത്ത് അമ്മ ഇതെല്ലാം കഴിച്ചു ഇവിടെ ഇരുന്ന്. ഞാൻ സന്ധ്യയ്ക്കുമ്പോൾ വന്നതല്ലേ, സീരിയൽ തുടങ്ങിയത് 7 മണിക്കല്ലേ. അതിനിടയ്ക്ക് എൻ്റെ അമ്മ ആഹാരമൊക്കെ കഴിച്ചു. ചുവന്ന പഴമില്ലേ, ആ പഴം ഒന്നും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യോ വൈകുന്നേരം ഇന്നിനെ നോക്കണ്ട അമ്മയ്ക്ക്, ഇന്ന് ശ്വാസം മുട്ടൽ തന്നെ എന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ അമ്മ അതും കഴിച്ചിട്ട് ഇരുന്ന് എൻ്റെ മോള് വന്ന്, എൻ്റെ അമ്മ ഉറങ്ങിയിരിക്കണേ. അപ്പം എൻ്റെ മോള് വന്നിട്ട് അമ്മമ്മ അകത്ത് പോയി കിടക്കുക, ഇങ്ങനെ ഉറങ്ങി. ഇങ്ങനെ വിളിച്ചത് എൻ്റെ അമ്മ ഇങ്ങനെ കമിഴ്ന്ന് വീണു. എൻ്റെ അമ്മ മരിച്ചിരിക്കുക. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങ് ഞെട്ടിപ്പോയില്ലേ, ഇത് ശരിയാണോ ഇത് മരണം. പിന്നെ എൻ്റെ മകള് 2 വീലർ എടുത്തുകൊണ്ട് പോയി, ഡോക്ടർ വന്നു നോക്കിയപ്പോൾ 10 മിനിറ്റ് എങ്ങാണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് എൻ്റെ കൂടെയുള്ള ഒരുപാട്, അതൊക്കെ നമ്മുടെ അമ്മ ഒന്നും അറിഞ്ഞില്ല, അസുഖങ്ങളെ കിടക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സുഖദുഃഖങ്ങൾ, അതായത് സമ്മിശ്രമായ കാര്യങ്ങളാണ്. ഈ സീരിയലിൻ്റെ മെഗാ സീരിയലിൻ്റെ എപ്പിസോഡുകൾ പോലെ തന്നെയാണ് എല്ലാം ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ എപ്പിസോഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് നല്ല ഗംഭീരമായിട്ട് തന്നെ ഒരു പ്രശ്നങ്ങളും വരില്ല. അങ്ങനെയല്ല മക്കളെ, ഇപ്പം നമ്മൾ കാണുന്ന പല സ്ഥലത്തും എങ്ങനെയാണെന്നറിയോ, നന്മകൾ ചെയ്യുന്നവർക്ക് ഒരുപാട് കഷ്ടതകൾ വരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു പാവം സ്ത്രീ ഒരുപാട് നന്മകൾ ചെയ്ത ഒരു സ്ത്രീയാണ്. സുഖമില്ലാത്തൊരു അമ്മയെ പോയി അവർ കുളിപ്പിച്ചു, അവർക്ക് വേണ്ടുന്ന എല്ലാം ഒരുക്കി കൊടുത്ത് ഭക്ഷണവും കൊടുത്തിട്ട് ആ അമ്മ ജോലിക്ക് പോയി. ആ സ്ത്രീ ജോലിക്ക് പോയി. ജോലി സ്ഥലത്ത് നിന്ന് പറയുന്ന അവരുടെ വീട് കത്തിയെന്ന്. അതിനു മുമ്പേ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നൊരു സ്ത്രീയാണ്. അത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കുണ്ടായി. കാരണം എന്ന് വെച്ചാൽ ദൈവമേ, എപ്പോഴും അവർ പള്ളി എന്ന് പറഞ്ഞ് അവരിങ്ങനെ കിട്ടുന്ന പൈസ ഇങ്ങനെ കൊടുത്ത് എന്നപ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ചിലപ്പോൾ നന്മ വരാനായിരിക്കാം എന്ന് ഞാൻ ആ സ്ത്രീയെ സമാധാനിപ്പിച്ചു. നിങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പും അവരോട് ഞാൻ സമാധാനിപ്പിച്ചു. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ.